ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് കേട്ടോ. ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ. ഒരു ഡ്രസ്സ് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ദേ ഇന്നൊരു പർച്ചേസിങ് ഡേ ആണ്. അങ്ങനെ നേരെ ആദ്യം പോയത് എനിക്ക് ഡ്രസ്സ് നോക്കാനായിട്ടാണ് കേട്ടോ. ലാറോസയിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കളേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ കളർ കോഡിന് മാച്ച് ആയിട്ടുള്ള കളർ എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷേ 999 അടിപൊളി ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം അങ്ങ് എടുത്തു. പിന്നെ നമ്മൾ നേരെ വന്ന് മിഡ് 90സിലോട്ടാണ് കേട്ടോ. മിഡ് 90സിൽ വന്ന് അയാനും ഐമാക്കും നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഐമാക്ക് പറ്റിയൊന്നും കിട്ടിയില്ല. നോർമലി വെസ്റ്റേൺ ടൈപ്പിലെ ഡ്രസ്സൊക്കെ ഇഷ്ടംപോലെ കിട്ടി. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ കൂടുതലും. നല്ല അടിപൊളി കളക്ഷനാണ് ഇവിടെയും. പിന്നെ അവിടുന്ന് ഐമാക്കും അയാനും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് കോട്ടയം ലുലു മാളിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിക്കാഞ്ഞുകൊണ്ട് ഞങ്ങളത് അവിടെ മങ്കൊമ്പ് എത്തിയപ്പം ഏവീസിൽ കയറി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ഉച്ചക്കത്തെ ഫുഡെന്ന് പറഞ്ഞാൽ 4:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും അവിടെ ചെന്നപ്പോൾ ചോറൊന്നും കിട്ടിയില്ല. പൊറോട്ട, അപ്പം, ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ ഫിഷ് കറി, പിന്നെ നല്ല ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അങ്ങനെ ഓർഡർ ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്യണം. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ബാക്ക് സൈഡിൽ നല്ല നെൽപ്പാടവും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് അപ്പവും നല്ല അടിപൊളി മീൻ കറിയുമായിരുന്നു കേട്ടോ ഗൈസ്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. അങ്ങനെ എന്തായാലും വയറ് നിറച്ച് അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ പോകുന്ന ലുലു മാളിലാണ് കേട്ടോ. കാരണം എനിക്കും കളർ കോഡിൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ടില്ല. പിന്നെ മോക്കും ഡ്രസ്സ് കിട്ടാനുണ്ട്. പിന്നെ ഇച്ചിരി പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ വന്നു. അങ്ങനെ അയിമാതെ ഉറക്കമൊക്കെ എണീറ്റ് പിന്നെ അവളുടെ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് വാരിയെല്ലാം കെട്ടിയൊക്കെ വെച്ച് കൊടുത്തു. നമ്മൾ അവിടെ നിന്ന് നടന്നിറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ മലയാളി മങ്ക എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ നടക്കുമായിരുന്നു കേട്ടോ. നല്ല സുന്ദരി കുട്ടികളായിട്ട് കുറേ കുട്ടികളൊക്കെ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കി നിന്നിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ പരിപാടിയിലേക്ക് കടന്നു. ലുലു ഫാഷൻ സ്റ്റോറിലോട്ടാണ് ആദ്യം തന്നെ കയറി കേട്ടോ. അപ്പോൾ അയിമാക്ക് ആദ്യം തന്നെ ഫാൻസി ആയിട്ടുള്ള ഫ്രോക്ക് നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഉദ്ദേശം. അങ്ങനെ കുറേ ഫ്രോക്കൊക്കെ നോക്കി അടിപൊളി കളക്ഷനൊക്കെ ഉണ്ട്. പിന്നെ റേറ്റ് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒരെണ്ണം ഞങ്ങൾ എടുത്തു. പിന്നെ അടുത്തത് എനിക്ക് നോക്കി ലുലു സെലിബ്രിറ്റി വന്ന് എനിക്ക് പറ്റിയ കളർ കോഡിനുള്ള ഡ്രസ്സ് എനിക്കും കിട്ടി. പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഓഫർ, ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇത് അയിമ ഇപ്പോൾ പുതിയൊരു പരിപാടി കേട്ടോ. 2 സാധനം ഇഷ്ടപ്പെട്ടാൽ അതെങ്ങനെ ചൂസ് ചെയ്യുന്നതെന്ന് 1 2 3 എന്നിങ്ങനെ എണ്ണിയിട്ട് അതിൽ നിന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യും. അങ്ങനെ എന്തായാലും പിന്നെ സോഫ്റ്റ് ടോയ്സ് നോക്കി. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു. പിന്നെ ഈ ഒരു പില്ലോ വെറും 299 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പില്ലോയും ഒക്കെ വാങ്ങിച്ചു. കുഷ്യനാണ് കേട്ടോ, പില്ലോ അല്ലേ. അങ്ങനെ എന്തായാലും ബില്ലൊക്കെ പേ ചെയ്തു. അയിമയുടെ ഒരു റീലൊക്കെ അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ പോകുന്നത് ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ. ഞങ്ങളുടെ കടയിലോട്ടാണ് പോകുന്നത്. അവിടെ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ആലപ്പുഴ എത്തി. നല്ല തട്ട് ദോശയൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ പോയി വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ഓക്കെ, ബൈ.